ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ. ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഇത് ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഇവർ 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഞാൻ ചോദിച്ചു. അപ്പോൾ അത് ഓൾറെഡി അവര് എനിക്ക് തോന്നുന്നു അവരായിട്ട് സംസാരിച്ച് അതെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു. അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. അത്ര ഒരു സബ്ജക്റ്റാണ്. 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇവരുടെ കയ്യിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ കുട്ടിയെ ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ്. കാരണം 4 ദിവസമായിട്ട് ഒരു കുട്ടി ജനിച്ചതാണ്. കുട്ടീനെ കൊണ്ട് സെറ്റിൽ വരട്ടെ. സെറ്റിൽ എല്ലാവർക്കും അറിയാം ഒരു അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ന്യൂ ബോൺ ബേബിക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഷൂട്ടിംഗ് സ്ഥലം. പക്ഷെ അതിന് ബില്ലിങ്ങായിട്ട് അച്ഛനും അമ്മയും അതിൽ നിൽക്കുകയും ആ അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചു ഫുൾ ടൈം കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിന് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിന് ഉറങ്ങണം. 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരും ഡിസ്റ്റർബാണ്. കാരണം കൊച്ചിനൊന്നും സംഭവിക്കരുതേ. കാരണം പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് ആ ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു അഖിലിന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അഖിൽ അതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ജനിച്ച കുട്ടികൾ എടുക്കുക എന്ന് ഭയങ്കര പാടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൊച്ചിനെ കൊണ്ട് നമ്മൾ ഓടണം, വണ്ടി കയറണം, ഇറങ്ങണം, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് പടത്തിനകത്ത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനം ഭയങ്കര വലിയ തീരുമാനമാണ്. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമല്ലോ. എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ അവരത് ഈ സിനിമയുടെയും ഈ സ്ക്രിപ്റ്റിൻ്റെയും ഈ സിനിമ നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇതിൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കഥ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയാണല്ലോ മെയിനായിട്ടുള്ളത്. ഇത്തരം ഒരു കുട്ടിയെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. അപ്പോൾ അത് ഓൾറെഡി അവർ എനിക്ക് തോന്നുന്നു അവരായിട്ട് സംസാരിച്ച് അതെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു. അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെ ഇതുണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ഇത്ര ദിവസമുള്ളൊരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഇത് പുറത്തുനിന്നും ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമോയെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അഖില് അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുക്കുകയും നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്ത് ഏകദേശം ഇതാവും, അപ്പോൾ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി തരരുത്, ഇതെല്ലാം. അല്ലെങ്കിൽ സാധാരണ രീതിയിലെ ഡേറ്റുകൾ ഇപ്പോൾ ഒക്കെ മാറിപ്പോവല്ലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ഭാഷ കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ അഖിലിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ഒരു എഫേർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടക്കുകയും എത്തിക്കുകയും ചെയ്തത്. ബാക്കി ഡയറക്ടർ അല്ല, അതിപ്പോ നമ്മള് 4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അത്ര വലിയ കേസല്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുന്നവർ ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അപ്പൊ അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അഖിലിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും ഞങ്ങൾക്ക് അഖിലിനോട് ചോദിക്കണം എന്നുണ്ട്.
പക്ഷെ എങ്ങനെ ചോദിക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ അഖിലിന് ഭയങ്കര പ്രഷർ കൊടുത്തപ്പോൾ അവസാനം അഖിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് പറഞ്ഞ. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ വളരെ മിനിമലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ റോ ആയിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്കൊരു അതുകൊണ്ട് പ്രശ്നം ഉണ്ടായത് പറയുന്ന ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്തു. സോ അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എൻ്റെ സിനിമയ്ക്ക് എൻ്റെ കൊച്ചിനെ കൊടുത്തൊന്നും വരില്ല. താങ്ക്സ് ടു ഹിം. അയാളുടെ പാഷനാണ്, അയാളുടെ ഫാമിലിയായിട്ട് അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല മൂവ് ചെയ്തിട്ട് അവനതിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സർവം വിജയം ആശംസകൾ. താങ്ക് യു. ഗിരിയിൽ വെച്ചാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. പട്ടം, പേട്ട, വെള്ളയമ്പലം, പേരുക്കട, എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്? ലൊക്കേഷൻ തിരുവനന്തപുരമല്ലായിരുന്നോ? തിരുവനന്തപുരം എക്സ്പീരിയൻസാ. തിരുവനന്തപുരം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. മീലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബികൾ രണ്ടാമത് ഷൂട്ട് ചെയ്തു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ലിസ്റ്റിൽ ചേട്ടൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാവുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബികൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണലായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണലായിട്ട് വളരെ സിനിമയെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ച് മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? ഇതെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ് ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 7th ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഈ സിനിമയുടെ റീ റെക്കോർഡിങ്ങും അതെല്ലാം കുറച്ച് ലേറ്റായി പോയത് കൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഏർലി ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയതും ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ്. ആളുകൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടറും അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു സമയം കൂടെയാണ്. കാരണം ഫാമിലീസ് ഒരുപാട് തിയേറ്ററിലേക്ക് വരുന്നു, ഹോൾ ഇൻഡസ്ട്രി അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം തിയേറ്ററിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇനി ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമയായിരിക്കും ചെയ്യുക എന്നുള്ളത്. ശരിക്കും ആ റിയലൈസേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലായോ, ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്? അത് എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈനിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അതൊരു ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി, ഫിക്സഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റും നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കട്ടെ. അല്ല, അങ്ങനെ വിജയം പരാജയം നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ എത്ര അടിപൊളി ടീമാണെങ്കിലും ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടാമല്ലോ. അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യുക, അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട്, എൻ്റർടൈൻമെൻറ്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നോർമലി ഇപ്പോൾ ട്രാഫിക്കിന്റെ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടൊരു സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകാം. അതേ ടീമുമായിട്ട് ഇന്ന് കൊളാബ് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ വരും. അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സമയത്ത് മൈൻഡിലാണ് പോയിരുന്നത്, ട്രാഫിക്കായിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ ഇങ്ങനെ പോയിരുന്നു? അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക് ആണെങ്കിലും ബേബികളാണെങ്കിലും. പക്ഷെ ട്രാഫിക് പോലത്തെ സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വലിയ ഇൻറ്റൻസ്, അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ നിലനിർത്താം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിസ്റ്റ് ചേട്ടാ, ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ടി എന്നുള്ള സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും IV ശശിയുടെ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ടും എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു, കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്, എന്നിട്ട് പോലും ഇവർ 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് അവരുടെ ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങൾ, മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? അല്ലെ, ഇപ്പോ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ ഇവൻ മാറിപ്പോയി. ഇപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസാണ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ആമസോൺ കുറേ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറേ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അവരെ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എത്ര വലിയ മീഡിയ ക്രൗഡിനാണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് തക്ക് കൗണ്ടർ അടിച്ചാൽ കഴിവുണ്ട്. എനിക്കറിയില്ല. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ, പെൻസ് സിനിമയുടെ നിലവിലുള്ള ഇതിനൊരു 35 ദിവസം കൂടി ഷൂട്ടുണ്ട്. ഇപ്പം ഞാൻ ബെത്ലഹേം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും അതിൻ്റെ ഷൂട്ട്. റോളക്സ് പോലെ ഒരു കൊടൂരമായ വില്ലനെ നമുക്ക് കാണാൻ പറ്റും. അയ്യോ, ഒന്നും കമ്പയർ ഒന്നും ചെയ്യണ്ടേ, ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. റോളക്സ് പോലെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും എക്സൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനും എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് സൂപ്പർ ഹീറോ മൂവി അനൗൺസ് അതിൻ്റെ പിച്ചിങ് നടക്കുന്നു. അത് ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അതിൻ്റെ പിച്ചിങ് നടക്കാം.
പ്രൊഡക്ഷൻ ഹൗസസ് ആയിട്ടുള്ള ടോക്സ് ഉണ്ട്. അല്ല, അതായത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ കഥയാണ് ഇതിൻ്റെ മെയിൻ താരം. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഇതിൻ്റെ ഭാഗമാവണല്ലോ എന്ന് എനിക്ക് തോന്നി. ഒറ്റ റീസണാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ കഥയാണ്. അപ്പോൾ എനിക്കത് ഞാൻ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ റീസൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അത് നിങ്ങൾക്ക് സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു പറയപ്പെടേണ്ട സിനിമയാണ്. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. ചെയ്തു വെച്ച സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലെ കൂട്ടുകാർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ. ഇതിലെ ട്രെയിലറിലെ കഥാപാത്രം കണ്ടത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള കഥാപാത്രം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് കൂടെ ഒരു കുട്ടിയൊക്കെ അത് നാല് ദിവസം പ്രായമുള്ള കുട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറായിട്ട് ചെയ്യണം, ആ കുട്ടിയെ നോക്കണം, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ? ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻസ് എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്, നീ കുറച്ചും കൂടി ക്യാമറ നോക്കി ചെയ്യും, നീ എഡിറ്ററല്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല. പക്ഷേ ഈ സിനിമ അത് ബ്രേക്കായ ഒരു സിനിമയാണ്. കാരണം ഇത് കുറച്ചും കൂടി റോഡ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം, കാറിൽ ക്യാമറ റിഗ്ഡാണ്, കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. അതിപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അവരുടെ ഒരു 10 മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റാണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പ്രത്യേകിച്ചും കുട്ടികളൊന്നും എടുത്തൊട്ടും എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ അത്രയും നമ്മൾ പൊന്നിപ്പൊരുതിയാണ് കൊണ്ടുനടന്നിരുന്നത് എല്ലാ സമയത്തും, ടേക്ക് കെയർ ചെയ്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്ത് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഓൾസോ ബാക്കിയുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ കോമഡി ആണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ചെയ്ത് എവിടേക്കോ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടി പ്രഷറായിരുന്നു. പ്രഗ്നന്റ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജൊക്കെ എന്താ പ്രഷറിലാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ആക്ട്രസ് എന്ന ലെവലിൽ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒരു റിയൽ കുഞ്ഞിനെ അത്ര ഇത് ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല, അത് ചെറിയ പ്രോസസ്സും അല്ല. എങ്ങനെയുണ്ട് ആ സംഗീത പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയ കുഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്ത് വലിയ ശീലമില്ല. പക്ഷേ ഈ സിനിമയിലെ കുറേ സീൻസിൽ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേടിയുണ്ടായിരുന്നു. നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടേക്കിന് നിൽക്കുന്നതിന് മുന്നേ കുഞ്ഞ് കരയുകയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ടേക്കിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ചെയ്യാൻ പറ്റി. ഈയിടെയായിട്ടേ എല്ലാ സിനിമകളിലും ഭയങ്കര കരച്ചിലാണല്ലോ. പണ്ട് മലയാള സിനിമയിലെ ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ളത് അടിനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ, അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ല? പൊന്മാനിൽ അത്ര വലിയ ദുഃഖപുത്രി എന്നാലും കുറെ കരഞ്ഞായിരുന്നു. ഇല്ല, അതിൽ കുറവാണ്. ഇല്ല, അവസാനം പറഞ്ഞിട്ടുള്ളൂ കുറച്ച് കരഞ്ഞിട്ടുള്ളൂ. അതെ, ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സാണ് കൊടുക്കുന്നത്.
അതിലെല്ലാം അതിനെ കരച്ചിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന ഒരു പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ വേറെ ജോണേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ പേടി. നിവിൻ ചേട്ടാ ഒരു ചോദ്യം നിവിൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വൈകിട്ട് ചേട്ടൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിന് വന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാരത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേൾക്കുന്നത്, സത്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത്. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി, അങ്ങോട്ട് മേത്തോട്ട് അങ്ങോട്ട് കയറി. എന്നിട്ട് ഞാനവിടെ ഫാനായി മാറി. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു നടന്റെ ഫോം ഫില്ല് ചെയ്യാം, അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിൽ. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു, നന്നായില്ലേ അസോസിയേഷനിൽ ചേരാതിരുന്നത്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ. പക്ഷെ പിന്നെ ഈ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗോടെ ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസ് സിനിമയിലൂടെ എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ്. ഒരു കയറ്റാർത്ഥങ്ങളിലൂടെ എനിക്ക് കടന്നു പോകുക. അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, താഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. നമ്മൾ ഇത്രയും വലിയ വിജയമാണെന്ന് വിചാരിച്ചൊരു സിനിമയിലല്ല സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ ഇറങ്ങുകയാണ്. ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. ചേട്ടാ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തല്ല, പക്ഷെ ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാൽ ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ. ഒരുപാട് വയലൻസോ ഒരുപാട് ത്രില്ലർ വന്നിട്ട് തിയേറ്റർ ടെൻഷൻ ഒന്നും ഇല്ലാതെ ചിരിച്ചിറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടിറങ്ങാൻ പറ്റിയ നല്ലൊരു ചിത്രം കണ്ടിറങ്ങിയെന്ന് ഒരുപാട് കുടുംബ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഇത്രയും ത്രില്ലേഴ്സിനെയും വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരുണ്ടെങ്കിൽ ഇപ്പോഴും ഫാമിലി ആയിട്ട് ഇരുന്ന് തിയേറ്ററിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന സിനിമകൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് ഇവിടെ. ബേബി ഗേൾ ഏത് ടൈപ്പ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും. അത് യൂത്ത് ഫാമിലി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ വർക്കാവും എപ്പോഴും അത് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ എല്ലാവരെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ പ്രായ വിഷയങ്ങളൊന്നുമില്ല. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഈ സിനിമ കണക്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ചെയ്തപ്പെട്ട കഥാപാത്രങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വെബ് സീരീസിലെ ഫാർമയിലെ കഥാപാത്രം ഇപ്പം മരുന്നിനാണോ മനുഷ്യൻ്റെ ആവശ്യം, മനുഷ്യനാണോ മരുന്നിൻ്റെ ആവശ്യം എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ പല ആക്ടേഴ്സും ധൈര്യപ്പെടാറില്ല. അപ്പം താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതുപോലത്തെ കഥാപാത്രങ്ങളാണ്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ അഗെയിൻ അത് നമ്മുടെ അടുത്ത് വന്ന് കഥ നരേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇൻഡ്യൂഷനാണ് അല്ലേ. ഫാർമ ചെയ്തതിൻ്റെയും റീസൺ ഇത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ള തോന്നൽ തോന്നിയത് അപ്പോഴാണ്. അതും കുട്ടികളുടെ കഥ പറയുന്ന സിനിമ ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ ഒരു ഏരിയ ഇതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോസ് ആ വെബ് സീരീസിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാർമ ചെയ്തത്. ബേബികൾ ചെയ്തതിനും അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കപ്പെടുന്ന ഒരു കോസും ഉണ്ട്. അതാണ്
തുടക്കത്തിൽ പറഞ്ഞിരുന്നു സംഗീതത്തിന് എപ്പോഴും സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് സീനിനെ ചിരിപ്പിക്കുക, ആ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞു ഇത് സേഫ് സോൺ വിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു യാത്രയായി. അപ്പോൾ ഇത് വിജയിച്ചാൽ അടുത്തതിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു ഇമോഷണൽ അല്ലാതെ വേറെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. മലയാളത്തിൽ ലുക്ക് വെച്ചിട്ടില്ല, ലുക്ക് വെച്ച് ഏത് ജോണർ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മലയാളം ഓൾറെഡി തെളിയിച്ചു. അപ്പോൾ ഈ ഹീറോ മെറ്റീരിയൽ അങ്ങനെ ബാക്കിയുള്ള ജോണറുകൾക്കുള്ള എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവില്ല. ഓൾറെഡി കുറച്ച് സിനിമകൾ ഇങ്ങനെ ലൈനപ്പിലുള്ളതുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ എന്നെ ഇതുവരെ കണ്ടിഷ്ടപ്പെട്ട അതേ ജോണറിലുള്ള സിനിമകളാണ് ഇപ്പോൾ നിവിൻ ചാണ്ടിയുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നലെ അഭിനയിച്ച് അഭിനയിച്ചിട്ട് വരിക. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാനും അമിതയും കൂടി ഉള്ളൊരു സിനിമയുണ്ട്, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ഡിനോയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഇത് രണ്ടും അല്ലാതെ ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകളാണ്. മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെയും 1-2 പരിപാടികൾ ഇങ്ങനെ പുറത്ത് പറയാൻ ഇങ്ങനെ ആവുള്ളൂ. അപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.